വിജയ് 5 വർഷം തയ്ക്കുമെന്ന് സാർ വിശ്വസിക്കുന്നു. ചുരുങ്ങിയത് 15 കൊല്ലം അയാൾ ഇവിടെ രാഷ്ട്രീയത്തിലുണ്ടാവും. ബിജെപിയുടെ കടന്നുവരവിനെ തടയാൻ വിജയ്ക്ക് സാധിക്കുമോ? കഴിക്കും. തൃഷ ഒരു രണ്ടാം പുരട്ചി തലവിയായി ഭാവിയിൽ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ഇനി ഉദയനിധി സ്റ്റാലിന്റെ ഭാവി എന്തായിരിക്കും? വിജയ് ഈ 5 കൊല്ലവും ചളംകുളമാക്കി കഴിഞ്ഞാൽ അടുത്ത് ഉദയനിധി വരും. കുറച്ചു കാലം മുമ്പ് നാഗർകോവിലിലെ സാറിന്റെ വീട്ടിൽ വന്നപ്പോൾ മുരുകദോസിന് വേണ്ടി ഒരു സിനിമ എഴുതുകയായിരുന്നു. സർക്കാർ വിജയുടെ സിനിമയാണ്. ഈ സർക്കാർ എന്ന സിനിമയാണോ ശരിക്കും വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് തുടക്കം കുറിച്ചത്? എന്താണ് ഈ സർക്കാരിലൂടെ വിജയ്ക്ക് വേണ്ടി അങ്ങ് എഴുതി കൊടുത്തത്? അതായത് വിജയുടെ രാഷ്ട്രീയ അഭിലാഷങ്ങൾ വന്നിട്ട് എന്തായാലും ഒരുപാട് കാലം കൊണ്ടുണ്ട്. അതിനു മുമ്പ് തലൈവ എന്നൊരു പടം വന്നു. അതിൽ പുള്ളി ഒരു രാഷ്ട്രീയത്തിലെ എൻട്രി ആകുന്ന പോലെ ആയിരുന്നു കഥ. അതിന്റെ പോസ്റ്റർ തന്നെ ജനങ്ങളെ നോക്കി ഇങ്ങനെ കൈ കാണിക്കുന്ന രീതിയിലായിരുന്നു. പക്ഷെ അത് ജയലളിതയെ വല്ലാതെ ചൊടിപ്പിച്ചു. ജയലളിത വിളിക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും ആ പടം റിലീസ് ചെയ്യാൻ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തു. അത് പുള്ളിയെ വന്നിട്ട് ഒന്ന് പിന്നിലേക്ക് മാറി പുള്ളി ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തു. അതിനുശേഷം പിന്നെ ഒരുപാട് കാലം പുള്ളി രാഷ്ട്രീയം പറഞ്ഞില്ല. പിന്നെ രാഷ്ട്രീയം ഡിക്ലെയർ ചെയ്യുന്ന പടമാണ് സർക്കാർ. സർക്കാർ ശരിക്കും പറഞ്ഞാൽ വിജയുടെ ഒരു രാഷ്ട്രീയ ഡിക്ലറേഷൻ തന്നെയാണ്. സർക്കാരിനെ പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ കഥ വന്നിട്ട് ഒരാൾ വോട്ടിടാൻ വരുന്നു. അയാൾക്ക് ഒരു വോട്ടേ ഉള്ളൂ. ആ വോട്ടിടാൻ പറ്റുന്നില്ല. അവർ ഒരൊറ്റ വോട്ടിൻ്റെ വാല്യൂ എന്താണെന്ന് പുള്ളി ജനങ്ങളെ പഠിപ്പിക്കുന്നു. അതായത് ഈ സർക്കാരിൽ പറയുന്ന അതേ കാര്യങ്ങൾ പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും അത് തന്നെ. പുള്ളിയുടെ പ്രചരണം 90% ഓൺലൈൻ പ്രചരണമാണ്. വാട്സപ്പ് ആൻഡ് ഇൻസ്റ്റാഗ്രാം പ്രചരണമാണ് വിളിച്ചത്. പല സ്റ്റേറ്റുകളിൽ പുള്ളി ഒരിക്കൽ പോലും പോയിട്ടില്ല. പല നിയോജക മണ്ഡലത്തിൽ ബൂത്ത് ഏജന്റ് പോലും ഇല്ല. പല നിയോജക മണ്ഡലത്തിൽ ഒരു ആളെയും ഒരു വോട്ടിനെയും ചെന്ന് കണ്ടൊരു നോട്ടീസ് കൊടുത്തിട്ടില്ല. പല നിയോജക മണ്ഡലത്തിലും ജയിച്ച മണ്ഡലത്തിൽ കാൻഡിഡേറ്റ് ആരെന്ന് വോട്ടർക്ക് അറിയില്ല. വെറും ചിഹ്നം മാത്രമേ പറ്റുള്ളൂ. വിജയ് വിസിൽ മാത്രമേ അറിയൂ. ഐഡിയോളജി ഇല്ലാതെ രാഷ്ട്രീയം, ഐഡിയോളജി ഇല്ലാതെ ഒരു രാഷ്ട്രീയ ഐഡിയോളജി ഇല്ലാതെ മോഡേൺ ചെറുപ്പക്കാരുടെ രാഷ്ട്രീയം. ഈ സർക്കാരിൽ പറയുന്ന ആ ഡയലോഗിൽ പറയുന്ന ഏതെങ്കിലും പരാമർശങ്ങൾ പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അതിൽ ഒരു വാക്ക് വരുന്നുണ്ട്. ഒരു വിരൽ പുരക്ഷി, വൺ ഫിംഗർ റെവല്യൂഷൻ. അത് പുള്ളി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ കൂട്ടം ഒരാളാകുന്നതും ഒരാൾ കൂട്ടമാകുന്നതും നടക്കും. ശരിക്കും ഈ വിജയുടെ രാഷ്ട്രീയം എന്താണ്? ഈ ഒരു ആന്റി ദ്രാവിഡമാണോ പുള്ളി പറയാൻ ഉദ്ദേശിച്ചത്? മെയിൻ തിങ് ഐഡിയോളജിക്കലായിട്ട് രാഷ്ട്രീയത്തിനെ കാണുന്നത് ഒരു പഴയ രീതിയാണ്. തമിഴകത്തും അങ്ങനെ തന്നെയാണോ? തമിഴകം മാത്രമല്ല, അമേരിക്കയിൽ അങ്ങനെയാണ്, യൂറോപ്പ് മുഴുവൻ അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നീ ജനങ്ങളുടെ നികുതി വാങ്ങുന്നു, അത് വെച്ച് നീ എന്ത് ചെയ്യുന്നു ജനങ്ങളോട് പറയുന്നു. ജനങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ടെങ്കിൽ നീ ബിക്കം ചീഫ് മിനിസ്റ്റർ. തമിഴ് ജനതയ്ക്ക് ഒരു നാണയം എടുത്താൽ അതിൻ്റെ ഒരു വശത്ത് രാഷ്ട്രീയമാണെങ്കിൽ മറുവശത്ത് സിനിമയായിരിക്കും. പക്ഷെ മലയാളി അങ്ങനെ ആകണമെന്നില്ല. ഇപ്പോൾ നമ്മൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മോഹൻലാലിനെയോ മമ്മൂട്ടിനെയോ മുമ്പോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള ജനത അംഗീകരിക്കില്ല. എന്തുകൊണ്ടാണ് ഈ പതിറ്റാണ്ടുകളായി ഈ വെള്ളിത്തിര ഈ തമിഴ് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാനുള്ള കാരണം എന്താണ്? അങ്ങനെ വെള്ളിത്തിര തമിഴ് രാഷ്ട്രീയത്തിനെ നിയന്ത്രിച്ചു എന്ന് പറയാൻ പറ്റില്ല. മെയിൻ തിങ്, തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിലേക്ക് വന്ന സിനിമാക്കാരൻ സക്സസ് ആയ ഒരാൾ MGR മാത്രമാണ്. അതിനുശേഷം ഇയാളാണ്. MGRന് ഷാഡോ ആയിട്ട് ജയലളിത വന്നു. MGRന് ഒരുപാട് രാഷ്ട്രീയ ചരിത്രമുണ്ട്. MGR ചെറുപ്പകാലത്ത് തന്നെ രാഷ്ട്രീയത്തിൽ പോയി. MGR സിനിമയും രാഷ്ട്രീയം ഒരേ സമയത്ത് കൊണ്ടുവന്ന ആളാണ്. MGR ആക്ച്വലി കരുണാനിധിയേക്കാൾ MGR രാഷ്ട്രീയത്തിൽ സീനിയറാണ്. അല്ലാതെ പെട്ടെന്ന് രാഷ്ട്രീയത്തിൽ വന്ന ആളൊന്നും അല്ല MGR സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ രാഷ്ട്രീയത്തിലുണ്ട്. മെയിനായിട്ട് സിനിമയിലുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് MGR. അത് നിറയെ പേർക്ക് അറിയില്ല. നടൻ ആണ്, പക്ഷെ കൂടുതലും രാഷ്ട്രീയക്കാരനായിരുന്നു. വിജയ് വരുന്നത് വേറൊരു സിമ്പിൾ, അത് സർക്കാരിൻ്റെ സിമ്പിൾ. അതായത് അരാഷ്ട്രീയം എന്നൊന്നുണ്ട്. അതിനെ നിങ്ങൾ അനാർക്കി എന്ന് പറയാൻ പാടില്ല. നോൺ പൊളിറ്റിക്കൽ. അത് ഏതെങ്കിലും ഒരു ഐഡിയോളജിയെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന രാഷ്ട്രീയമല്ല. അത് ഇവർ പറയുന്ന ഡെവലപ്മെൻറ്റ് രാഷ്ട്രീയം. ജനങ്ങൾക്ക് എന്ത് വേണോ അത് കൊടുക്കുന്ന രാഷ്ട്രീയം. ഐ എം എ CEO ഓഫ് പോളിറ്റിക്സ്. ഐ എം ഹിയർ ടു സെർവ് യു. യു ആർ പേയിങ് ടാക്സസ് ആൻഡ് ഐ ആം ഗിവിങ് യു ബാക്ക് ദി സർവീസസ്. ഇത് പറയുന്ന ഒരു രാഷ്ട്രീയം. ഇത് ജനങ്ങൾക്ക് അപ്പീലാവുന്നുണ്ട്. പിന്നെ ചെറുപ്പക്കാരോട് സംസാരിച്ചാൽ വിജയ്ക്ക് വോട്ടിട്ട ആളുകളെ വെറും സിനിമ കണ്ട് വോട്ടിട്ട ആളുകളല്ല. വിജയ്ക്ക് വോട്ടിട്ട ആളുകളിൽ പകുതിയിലും ആളുകൾ വന്നിട്ട് ഹൈടെക് യങ്സ്റ്റേഴ്സാണ്. താരാരാധന ഒരു ഘടകമല്ലേ? ഒരു ചെറിയ ഘടകം മാത്രമാണ്. താരാരാധനയേക്കാൾ കൂടുതൽ വോട്ട് വാങ്ങിയ എവിടെയാണ്? ചെന്നൈയിലല്ലേ. കൂടുതൽ വോട്ട് വാങ്ങിയിട്ടുള്ളതിൽ എഡ്യൂക്കേറ്റഡ് ഉള്ള ആൾ ഹബ്ബുകളിൽ, IT ഹബ്ബുകളാണ് അധികം വോട്ട് വാങ്ങിയത്. കാരണം അവർക്ക് ഒരു കാര്യം അറിയാം. ഇവർ പറയുന്ന ദ്രവിഡൻ രാഷ്ട്രീയമോ
വിപ്ലവമോ എല്ലാം ഫേക്കാണ്. ചെറുപ്പക്കാർ സോക്കാൾഡ് ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നില്ല. ഒരുവേള കേരളത്തിലും അങ്ങനെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടാവും, കാരണം അവിടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ശക്തമാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഉണ്ടായിരുന്ന ഒരു വേഗായ രാഷ്ട്രീയം എന്ന് പറയുന്നത് ദ്രവിഡിയൻ രാഷ്ട്രീയമാണ്, ഐഡിയോളജിക്കൽ രാഷ്ട്രീയം. അതിനെതിരെ എംജിആർ വരുമ്പോൾ തന്നെ ദ്രാവിഡൻ ഐഡിയോളജി പോയി. പഴയ ഒരു ദ്രാവിഡ രാഷ്ട്രീയം പറയാൻ കരുണാനിധി നമ്മൾ 20 സിനിമ എടുക്കുമ്പോൾ കാണാലോ, ഇങ്ങനെ കൈപിടിച്ച് ഉയർത്തുകയാണ്. അങ്ങനെ ഒരു ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് എംജിആറിനെ. പക്ഷെ അങ്ങനെ ഒരാളെ വിജയിക്കില്ല. അങ്ങനെ ഒരു ബുദ്ധി കേന്ദ്രമുണ്ടോ വിജയ്ക്ക് ഇങ്ങനെ ഒരു കൈ പിടിച്ച് ഉയർത്താൻ? ഇല്ല, അതൊരു നിലനിൽപ്പ് പ്രശ്നമാവില്ലേ ഇനി വരും വിജയ്ക്ക്? നീ ഞങ്ങളെ ആവർത്തിച്ച് പറയുന്നതാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു ഐഡിയോളജി വേണം ഭരിക്കുന്നവന് എന്ന് പറയുന്ന വിഡിത്തം കഴിഞ്ഞു. കാരണം ഇന്നുള്ള ഒരു ചെറുപ്പക്കാരനും ഒരു രാഷ്ട്രീയക്കാരനും ശക്തമായ ഐഡിയോളജി ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. നിങ്ങൾ അവൻ്റെ ഐഡിയോളജി എന്താ, അവൻ്റെ ഐഡിയോളജി അവൻ എന്തെങ്കിലും ഒന്ന് പറയും, അത് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളൊരു മണ്ടന. അങ്ങനെ ഒരു ഐഡിയോളജി ഇല്ല. തമിഴ്നാട്ടിൽ ഇന്ന് ട്രേഡ് യൂണിയനിസം ഒന്നുമില്ല. ജനങ്ങളോട് സമ്മതിക്കാനുള്ള മീഡിയ എന്ന് പറയുന്നതായിട്ടുള്ളത് ഏക മീഡിയ എന്ന് പറയുന്നത് സിനിമ മാത്രമാണ്. അങ്ങനെ ജനങ്ങൾക്ക് ഇപ്പോൾ 10,000 ആളുകൾക്ക് ഒരാളിനെ അറിയാമെങ്കിൽ എങ്ങനെ അറിയാം? സിനിമയിലൂടെ മാത്രമേ അറിയാവൂ. വേറെ ഒന്നിലൂടെ ഒരുത്തൻ്റെ മുഖം പോയി ചേരുന്നില്ല, ഇല്ല. അതുകൊണ്ടാണ് സ്റ്റാലിന് കരുണാനിധി സിനിമയിൽ ഇറക്കി വിട്ടത്, എങ്കിലും മുഖം അറിയുള്ളൂ. അതുകൊണ്ടാണ് സ്റ്റാലിൻ ഉദയനിധി സിനിമയിൽ ഇറക്കി വിടുന്നത്. അപ്പം മുഖം പരിചയമുള്ള ആളെന്ന് പറഞ്ഞാൽ ആര്? വിജയാണ്. പക്ഷേ വിജയ് സിനിമാ നടൻ ആയതുകൊണ്ടോ പാട്ട് കൊണ്ടോ ഡാൻസ് കൊണ്ടോ വോട്ട് ചെയ്ത് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് മണ്ടത്തരം. തമിഴകത്ത് ഒരു പാർട്ടി അധികാരത്തിലെത്തണമെങ്കിൽ ഒരു സംഘടന, ഒരു പാർട്ടിയുടെ ചട്ടക്കൂട് വേണമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ വിജയ്ക്ക് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ്. പക്ഷേ ഈ DMK-നോടും അണ്ണാ DMK-നോടും ഏറ്റുമുട്ടിക്കൊണ്ട് ഈ 5 വർഷം തുടരാൻ സാധിക്കുമോ? എന്തിനാണ് നിങ്ങൾക്ക് സംഘടന? സംഘടന പറഞ്ഞാൽ ജനങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കാനാണ്. വീട് വീടാൻ നോട്ടീസ് കൊടുക്കാനും ഒരു റോഡ് ഷോ നടത്താനൊക്കെ നിങ്ങൾക്ക് ഒരു സംഘടനയുടെ ആവശ്യമുണ്ട്, അല്ലേ? ആധുനിക കാലത്ത് കമ്മ്യൂണിക്കേഷൻ ഇതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ വലിയൊരു സംഘടനയെ തീറ്റി പോറ്റേണ്ട ആവശ്യം ഇന്ന് രാഷ്ട്രീയക്കാർക്ക് ഇല്ല. നിങ്ങൾ വെറും വിജയ് വന്നിട്ട് വെറും മീഡിയ പേഴ്സണാലിറ്റീസ് വഴിയ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ചെന്നെത്തുകയും അവർ വോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വെറും വാട്സപ്പിലൂടെയും വെറും ഇൻസ്റ്റായിലൂടെയും നിങ്ങൾ കോടിക്കണക്കിന് ജനങ്ങളെ ചെന്നെത്തുമ്പോൾ നിങ്ങളൊരു സംഘടന ഉണ്ടാക്കി അതിന് അവിടെ നിന്ന് ഇവിടെ വരയ്ക്കും ആളുകളെ ഉണ്ടാക്കി അവനെല്ലാം അത് ഇന്നും രാഷ്ട്രീയ അഴിമതി എവിടെ തുടങ്ങുന്നു? ഈ വലിയ സംഘടന ഉണ്ടാകുമ്പോഴാണ്. ഇപ്പോൾ ഒരു സ്ഥാപനമുണ്ട്, അതിൽ ഒരു 30,000-40,000 സ്റ്റാഫുണ്ട്. അവർക്ക് മാസം ശമ്പളം കൊടുക്കുന്ന എത്ര കാശ് വേണം? DMK എന്ന് പറയുന്നത് അതിനേക്കാളും 10 ഇരട്ടി വലിയൊരു സംഘടനയാണ്. ഇത് എല്ലാവർക്കും തീറ്റിപ്പോട്ടുണ്ട്. ADMK അങ്ങനെ വലിയ സംഘടനയാണ്. ഇത് എല്ലാത്തിനും തെറ്റിപ്പോയിട്ടുണ്ട്. നേരിട്ട് ശമ്പളം കൊടുക്കണ്ട, പക്ഷെ അവൻ അഴിമതി ചെയ്യാനോ അവനൊരു മാസം 1 ലക്ഷം രൂപ ഉണ്ടാക്കാനുള്ള സംഭവം ഉണ്ടാക്കിയുള്ളൂ അവൻ ഇരിക്കില്ലല്ലോ. അപ്പോൾ എത്ര കോടി രൂപയുടെ പൈസയാണ് ഈ പാർട്ടികൾ വലിച്ചെടുക്കുന്നത്? ഇത് ഇത് സിനിമാ നടൻ്റെ വിജയമല്ല. സിനിമാ നടനായിട്ട് അയാളെ എല്ലാവർക്കും അറിയാം. പക്ഷെ അയാൾ പ്രൊജക്റ്റ് ചെയ്ത ചിത്രം എന്താ? ഒന്ന്, ഐ എം എ മോഡേൺ മാൻ, ഐ എം എ യങ് മാൻ, ആധുനിക സാങ്കേതിക വിദ്യയുടെ ആളാണ്, മോഡേൺ മുതലാളിത്വത്തിൻ്റെ ആളാണ്. പ്രത്യയശാസ്ത്രം ഒന്നും എനിക്കില്ല, എല്ലാ പ്രത്യയശാസ്ത്രം എനിക്ക് വേണ്ടതാണ്. അയാൾ DMKയുടെ പടം അണ്ണാതുരയുടെ പടം വയ്ക്കുന്നു, പെരിയാറുടെ പടം വയ്ക്കുന്നു, എല്ലാം വയ്ക്കുന്നു. അതൊന്നും പ്രശ്നമല്ല. നിങ്ങളെല്ലാവരും വായിച്ചോ, അംബേദ്കറുടെ പടം, ഗാന്ധിയുടെ പടം വയ്ക്കുന്നു, ഒരു പ്രശ്നമല്ല. ഞാൻ എല്ലാവരും, പക്ഷേ ഞാൻ നല്ല ഗവൺമെൻറ് തരും. നിങ്ങൾക്ക് അതല്ല വേണ്ടത്. നീ ടാക്സ് പെയർ ആണെങ്കിൽ നിനക്ക് നല്ല ഗവൺമെൻറ് അല്ല വേണ്ടത്. അതിന് എന്തിനായി പ്രത്യയശാസ്ത്രം? പൊളിറ്റിക്കലായ ഒരു വലിയ മാസ് തമിഴ്നാട്ടിലുണ്ട്. പൊളിറ്റിക്കലായ മാസ്. ഈ പൊളിറ്റിക്കലായ മാസിൻ്റെ നേതാവാണ് വിജയ്. അത് പെണ്ണുങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ എല്ലാവരും ഉണ്ട്. പൊളിറ്റിക്കൽ അവർക്ക് ഐഡിയോളജി അറിയാം. ഇവർ പറഞ്ഞ ഐഡിയോളജി ശ്രദ്ധിക്കുന്നു, പക്ഷേ ഈ ഐഡിയോളജി ഇവർക്കില്ല എന്നും അറിയാം. അപ്പോൾ കേരളത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് കക്ഷിയുടെ നേതാക്കന്മാർക്കെല്ലാം വന്നിട്ട് വിപ്ലവ ഐഡിയോളജി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന മണ്ടനേക്കാളും ബെറ്ററായ ഒരു വിവരമുള്ള ആളാണ് വിജയ്ക്ക് ഐഡിയോളജി ഇല്ലയെന്ന് അറിഞ്ഞിട്ട് വോട്ട് ചെയ്യുന്നത്. തൃഷ ഒരു 2ാം പുരട്ചി തലവിയായി ഭാവിയിൽ ഉയർന്നു വരാൻ സാധ്യതയുണ്ടോ? അതൊന്നും പറയാൻ പറ്റില്ല. ജനത എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? വിജയ് 5 വർഷം തയ്ക്കുമെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും തികയ്ക്കും. മാത്രമല്ല, ചുരുങ്ങിയത് 15 കൊല്ലം അയാൾ ഇവിടെ രാഷ്ട്രീയത്തിലുണ്ടാവും. BJPയുടെ കടന്നുവരവിനെ തടയാൻ വിജയ്ക്ക് സാധിക്കുമോ? കഴിക്കും. ഇന്നിപ്പോൾ വിജയ് എനിക്കറിയാവുന്ന ഇതിൽ വന്നിട്ട് അയാളുടെ പ്രൈമറി ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയ സെക്കുലർ ക്യാരക്ടർ അയാൾക്കുണ്ട്. അത് ന്യൂനപക്ഷ മതത്തെ ഉള്ള ആളാണ്, ക്രിസ്ത്യൻ വിശ്വാസിയാണ്. അതുകൊണ്ട് പുള്ളിക്ക് BJPയോടുള്ള ഒരു അലയൻസ് സാധ്യതയില്ല. മറിച്ച് DMK BJPയോട് പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇനി ഉദയനിധി സ്റ്റാലിൻ്റെ ഭാവി എന്തായിരിക്കും? അത് ഇപ്പോൾ വിജയ് എങ്ങനെ പെർഫോം ചെയ്യുന്നു ഇരിക്കുന്നു. വിജയ് ഈ 5 കൊല്ലവും ചളംകുളമാക്കി കഴിഞ്ഞാൽ അടുത്ത് ഉദയനിധി വരും. അതും ചിലപ്പോൾ സിനിമയിൽ കൂടെ ആയിരിക്കും വരുന്നത്. അതെ, വരും. പിന്നെ ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട്,
ഈ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിഷയം, സിനിമ ഇപ്പോൾ ഒരു മേജർ മീഡിയ അല്ല. ഇന്ന് 25 വയസ്സിന് കുറവുള്ള ആളുകൾ തമിഴ് സിനിമ അത്ര ഇഷ്ടപ്പെട്ട് കാണുന്നവരല്ല. ഇന്ന് സോഷ്യൽ മീഡിയയെ, പർട്ടിക്കുലർലി ഇൻസ്റ്റാ പോലുള്ള കോൺവെർസേഷൻ മീഡിയയാണ് കൂടുതൽ ഇൻഫ്ലുവൻസ്. വിജയുടെ ഒപ്പം നിന്ന് ഇന്ന് രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന പലരും, വിജയ് ഒഴിച്ച് പലരും ഇൻസ്റ്റാ പോപ്പുലേഴ്സ് ആണ്. സിനിമയിൽ തന്നെ രജനി, കമൽ പോലെ തന്നെ ഇൻസ്റ്റയിൽ നിന്നാണ് ആൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വരുന്നത്. എന്നാൽ ആധുനിക ജനറേഷനിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളത് സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ അടുത്ത രാഷ്ട്രീയം എന്ന് പറയുന്നത് സിനിമ രാഷ്ട്രീയമായിരിക്കില്ല, ഇൻസ്റ്റാ രാഷ്ട്രീയമായിരിക്കും. അങ്ങനെ ഒരു സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. കാരണം ഇപ്പോൾ ഇതിൽ ഒരു പെൺകുട്ടി വന്നിട്ട് മിനിസ്റ്റർ ആയിട്ടുണ്ട്. 28 വയസ്സാണ്. 28 വയസ്സിൽ തമിഴകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മിനിസ്റ്റർ ആയിരിക്കും. കാരണം അവൾ 6 കൊല്ലം കൊണ്ട് ഇൻസ്റ്റാ പോപ്പുലറാണ്. ഇൻസ്റ്റയിലൂടെ ഒരാൾ മിനിസ്റ്റർ ആകാൻ കഴിയുന്നുണ്ടല്ലോ. അവൾ ഒരു രാഷ്ട്രത്തിലില്ലല്ലോ, ഒരു ഐഡിയോളജി ഇല്ലല്ലോ. ഇൻസ്റ്റാ അവളെ ക്വാളിഫിക്കേഷൻ പറയുന്നത് അവൾ ഇൻസ്റ്റയിൽ 5 ലാംഗ്വേജിൽ ഇൻസ്റ്റാഗ്രാം ഇടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. സോ പോപ്പുലറായി രാഷ്ട്രീയത്തിൽ വരുന്നു. ഈ രാഷ്ട്രീയമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പണ്ട് ആളുകൾ രാഷ്ട്രീയത്തിൽ വരാനുള്ള വഴി എന്ന് പറയുന്നത് ഐഡിയോളജിക്കൽ ബേസ്ഡ് പാർട്ടീസ്, ആ പാർട്ടിയുടെ കീഴിൽ നിന്ന് വർക്ക് ചെയ്ത് സമരങ്ങളിലൂടെ മുഖം അറിയപ്പെട്ട് ചെറിയ ചെറിയ ഇലക്ഷനിൽ നിന്ന് ജയിച്ച് ചെറിയ ചെറിയ ഉദ്യോഗങ്ങൾ, ചെറിയ ചെറിയ സ്ഥാനങ്ങൾ വഹിക്കുകയും പിന്നെ അങ്ങനെ ജയിച്ച് അങ്ങനെ മുമ്പോട്ട് വരികയും, ഇതൊക്കെയാണ് CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും വഴികളായിരുന്നിരിക്കുന്നത്. തമിഴകം വേറൊരു രാഷ്ട്രീയത്തിലേക്ക് കാണിക്കുകയാണ്. ഇത് മീഡിയ രാഷ്ട്രീയം. ആ മീഡിയ ഏറ്റവും വലിയ പോപ്പുലർ മീഡിയ സിനിമ ആയതുകൊണ്ട് വിജയ് വരുന്നു. പക്ഷേ വിജയ് സിനിമയെ മാത്രം വിജയിച്ച് വരുന്ന ആളല്ല. ഈ കഴിഞ്ഞതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഈ PEN പെൻ എന്നൊരു സ്ഥാപനം സബരീസൻ, അതായത് സ്റ്റാലിൻ്റെ മരുമകൻ ഉണ്ടാക്കി. ഇതിലേക്ക് ഒരുപാട് ഈ ഫേസ്ബുക്ക് താരങ്ങളകത്തേക്ക് എടുത്തു. ഈ ഫേസ്ബുക്ക് താരങ്ങളെല്ലാവരും ഇങ്ങനെ ഭയങ്കര ഐഡിയോളജിയൊക്കെ പറയുന്ന ആളുകളാണ്. ഇവരെല്ലാം കൂടെ ചേർന്നാണ് ദ്രാവിഡൻ ഐഡിയോളജിയാണ് തമിഴകത്തിനെ ഉണ്ടാക്കിയത്. തമിഴകം ദ്രാവിഡൻ ലാൻഡാണ്. ദ്രാവിഡൻ സ്റ്റോക്ക് എന്നൊരു വാക്ക്, I am ദ്രാവിഡൻ സ്റ്റോക്ക് എന്ന് അതിലേക്ക് വയ്ക്കുക. ഓരോരുത്തരും I am ദ്രാവിഡൻ സ്റ്റോക്ക് എന്ന് പറയുക. ഞാൻ ദ്രാവിഡത്താൽ വാഴ്ന്തോം എന്നൊരു ശ്ലോകം ഉണ്ടാക്കുക. വെറും 12-13 കൊല്ലം തമിഴകം ഭരിച്ചിരുന്ന കരുണാനിധിയാണ് മൊത്തം തമിഴകത്തിൻ്റെ ശില്പി. അതിനു മുമ്പ് ഭരിച്ചിരുന്ന കാമരാജല്ല. ഇവിടെ ഒരുപാട് ഇൻഡസ്ട്രി കൊണ്ടുവന്ന വെങ്കട്ടരാമനല്ല. ഒരുപാട് അണക്കെട്ടുകൾ കെട്ടിയ ആളുകളല്ല. MGR അല്ല. വിദ്യാഭ്യാസം വലിയൊരു വിപ്ലവം ഉണ്ടാക്കിയ MGR അല്ല. ഒരുപാട് കാലം ഭരിച്ച ജയലളിത അല്ല. വെറും 12 കൊല്ലം ഭരിച്ച കരുണാനിധിയാണ് തമിഴകത്തിൻ്റെ ശില്പി. ദ്രവിഡൻ പോളിറ്റിക്സാണ് തമിഴകത്തിനുണ്ടാക്കിയെന്ന് ഒരു ചിത്രം ഇവരുണ്ടാക്കി. ഈ ഫേസ്ബുക്ക് താരങ്ങൾ ഇവർ ഫേസ്ബുക്കിൽ നിരന്തരം ഇതിനെതിരെ ആര് സംസാരിച്ചാലും വന്നടിക്കും. അപ്പം ഞാൻ ഇത് തന്നെ പറയുന്നത്, വെറും 12 കൊല്ലം ഭരിച്ച കരുണാനിധി എങ്ങനെ തമിഴകത്തിൻ്റെ ശില്പിയാവും? അതിനേക്കാളും കൂടുതൽ പണിയുടെ കാമരാജ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊല്ലാൻ വരും, ചീത്ത പറയും, അബ്യൂസ് ചെയ്യും. പക്ഷേ ഇത് മുഴുവൻ ഫേസ്ബുക്കിൻ്റെ ഉള്ളിലാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറുപ്പക്കാരനുമില്ല. ഈ റിട്ടയറായി വീട്ടിലിരിക്കുന്ന വയസ്സന്മാരാണ് ഫേസ്ബുക്കിൻ്റെ ആളുകൾ. ഇത് വന്ന് DMK തന്നെ അങ്ങ് വിശ്വസിച്ചു. ഒരു പരിധി കഴിഞ്ഞപ്പോൾ DMK അങ്ങ് വിശ്വസിച്ചു ദ്രവിഡൻ ഐഡിയോളജിയാണ് എല്ലാം എന്ന് തമിഴകം അങ്ങനെ സ്വീകരിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണ് 250 സീറ്റ് ജയിക്കും, 200 സീറ്റ് ജയിക്കും എന്നൊക്കെ ഇവർ വീമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. താങ്കൾ കമൽഹാസന് വേണ്ടി തിരക്കഥ എഴുതിയിട്ടുണ്ട്, വിജയ്ക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും തമിഴ് രാഷ്ട്രീയത്തിലേക്ക് വന്നവരാണ്. പക്ഷേ കമൽഹാസന് ഒരിക്കലും തമിഴ് രാഷ്ട്രീയത്തിൽ ക്ലച്ച് പിടിക്കാൻ സാധിച്ചില്ല. എന്താണ് അതിന് കാരണം? മെയിൻ തിങ്, താരം എന്ന നിലയ്ക്ക് കൂടുതൽ ആൾക്ക് അറിയാവുന്ന ആളാരാണെന്ന് വെച്ചാൽ കമൽഹാസൻ തന്നെയാണ്. ബുദ്ധിജീവി പരിവേഷമുള്ള ആളെന്ന് വെച്ചാൽ കമൽഹാസൻ തന്നെയാണ്. ഒരുപാട് സോഷ്യൽ ഇഷ്യൂസിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള ആൾ കമൽഹാസൻ തന്നെയാണ്. പക്ഷേ വിജയ് പ്രസൻറ്റ് ചെയ്ത ഈ ഇമേജ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത്. സിനിമ കൊണ്ടല്ല, ആ ഇമേജ് ഉണ്ടല്ലോ, അതായത് ഹൈടെക്, മോഡേൺ, യൂത്ത്, ഈ ഇമേജ് കമൽഹാസനില്ല. കമൽഹാസൻ അവർ പറയുന്നതല്ല, ബൂമർ ജനറേഷനിലുള്ള ആളാണ്, പഴയ ആളാണ്. കമൽഹാസൻ പറയുന്ന ഒരു പയ്യന്മാരും ശ്രദ്ധിക്കില്ല. കമൽഹാസൻ ഒരു സ്പെൻഡ് പേഴ്സൺ. വിജയുടെ സർക്കിളിൽ ഒരാൾക്കും വിജയോട് സാർ എന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു തോളിലൊരു കുത്തു, ഒരു മിനിസ്റ്റർ വിജയന് തോളിലൊരു ഇടാൻ, അല്ലെങ്കിൽ ഇങ്ങനെ കൈയൊക്കെ വയ്ക്കാൻ പറ്റും. അപ്പോൾ മീറ്റിംഗ് നടക്കുന്നു, അടുത്ത ഈവെൻറ്റിലേക്ക് ബെഞ്ച് എടുത്ത് മാറ്റുന്നു, ഒരു മുക്കിൽ വിജയ പിടിക്കുന്നത് ചീഫ് മിനിസ്റ്റർ. ഇപ്പം ഇതെല്ലാം യൂത്തിന് അപ്പീലാകുന്നു. കാരണം സ്റ്റാലിൻ ഇങ്ങനെ വരുമ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ തൊഴുതു നിൽക്കുന്നത്, കാലിൽ പൊക്കൊന്ന് വീഴുന്നതും, അതൊന്നും ആ കൾച്ചർ ഉണ്ടല്ല, അത് പോയി. ഇപ്പോൾ എലൻ മസ്ക് കയറി അമേരിക്കയിൽ ഇലക്ഷൻ എന്താ ചിലപ്പോൾ ജയിച്ചെന്ന് വരും. അതുപോലത്തെ ഒരു സംഭവമാണ് ഇത്. പ്രതീക്ഷിതമായിരുന്നു വിജയുടെ വിജയം. ഇതൊരു ജനാധിപത്യ വിജയമാണോ? 3 കാര്യങ്ങൾ പറയാം, അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒന്ന്,
ഒരു നിയോജക മണ്ഡലത്തിൽ ഒരാളെ നിർത്തണമെങ്കിൽ ഇതുവരയ്ക്കും തമിഴ്നാട്ടിലുണ്ടായിരുന്നത് കോൺഗ്രസിൻ്റെ ഗോൾഡൻ പീരീഡ് കഴിഞ്ഞാൽ ആ സ്ഥലത്തിലെ പ്രധാന ദിവ്യനാണ്. അതായത് വലിയൊരു പണക്കാരനായിരിക്കും. ഒരു ഇലക്ഷന് ഈ MLAക്ക് സീറ്റ് ചോദിക്കുമ്പോൾ തന്നെ നീ എത്ര ചിലവഴിക്കും എന്നാണ് DMK ചോദിക്കുന്നത്. 5 കോടി രൂപ ഇറക്കും. ആ 5 കോടി രൂപ കയ്യിൽ കാട്ടണം. എങ്കിൽ 5 കോടി ഞങ്ങൾ തരും, 10 കോടി ഒരു നിയോജകമണ്ഡലം ചിലവഴിക്കും. അല്ലാതെ ഒരാൾക്ക് സീറ്റേ കൊടുത്തിട്ടില്ല. പക്ഷേ ഈ വിജയുടെ ഇലക്ഷനിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ, ബാർബർ ഷാപ്പ് വെച്ചിരിക്കുന്നത് എല്ലാവരും സാധാരണക്കാരാണ് ജയിച്ചിട്ടുള്ളത്. തോൽപ്പിച്ചവരോ വൻ തോക്കും. 1. 2, ഈ ഇലക്ഷനിലാണ് തമിഴ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടിന് കാശ് കൊടുത്തിട്ടുള്ളത്. കാരണം അവസാന ഘട്ടത്തിൽ DMK ഉറപ്പായിട്ടും ജയിക്കുമെന്നിരുന്നു. പിന്നെ ജയിക്കാൻ ഒരു സംശയം ഉണ്ടാവും എന്നൊരു സന്ദർഭം ഉണ്ടായി, ചില പ്രഡിക്ഷൻസ് ഉണ്ടായി. അപ്പോൾ പൂർണ്ണമായിട്ടും തോൽക്കുമെങ്കിൽ ആരും കാശിറക്കില്ല, പൂർണ്ണമായി ജയിക്കുമെങ്കിലും കാശിറക്കില്ല. പക്ഷേ ഒന്ന് ആടാൻ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ കാശ് കൊണ്ടിറക്കി. ഒരു വോട്ടിന് 10,000 രൂപ കൊടുത്തിട്ടുണ്ട്. ഗൗണ്ടർ എന്തായാലും ADMK ചെയ്യും, ദലിത്തുകൾ എന്തായാലും DMK ചെയ്യും, മുസ്ലിങ്ങളും DMK ചെയ്യും. രണ്ടിനും നടുക്കുള്ളത് നെയ്ത്തുകാരാണ്. അവർക്കാണ് ഒരു വോട്ടിന് 10,000 രൂപ. ഒരു വീട്ടിൽ 60,000 രൂപ DMK കൊടുത്തിരിക്കുന്നു, 35,000 രൂപ ADMK കൊടുത്തിരിക്കുന്നു. 1 ലക്ഷം രൂപ കിട്ടി, കടം അടച്ച് സാർ എന്നാണ് അയാൾ പറയുന്നത്. എന്നിട്ട് ഒരാളും DMK വോട്ട് ചെയ്തില്ല. എങ്ങനെ പോയാലും 50,000 crores ഈ ഇലക്ഷനിൽ DMK ചെലവഴിച്ചിട്ടുണ്ട്, മുഴുവൻ പോയി. അപ്പോൾ ഇത് വലിയ ഡെമോക്രസി വിജയമല്ലേ? 3, ഏത് ഐഡിയോളജിയോ എന്ത് പറഞ്ഞാലും സാധാരണ ജനങ്ങൾ വിചാരിച്ച് അവർ ഗവൺമെൻറ് തട്ടിത്തെറിപ്പിക്കാൻ കഴിയും എന്ന് വരുന്നതും ഒരു പുതിയ ഒരാൾ വരാനുള്ള എല്ലാ സാധ്യതയും എപ്പോഴും ഉണ്ട് എന്ന് പറയുന്നത് ഡെമോക്രസി അല്ലേ? ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇടത് മുന്നണി, വലത് മുന്നണി, അന്തജാതി, ഈ ജാതി, ആ ജാതി, കീഴ്ജാതി, മേൽജാതി എന്ന് എന്തൊക്കെയോ രാഷ്ട്രീയം കഴിഞ്ഞു. അത് ഡെമോക്രസി നിങ്ങൾ വിശ്വസിക്കുന്നത്? ഒന്നുമില്ലാതെ പെട്ടെന്ന് ഒരാൾ സിനിമയിൽ നിന്നോ സോഷ്യൽ മീഡിയയിൽ നിന്നോ ഒരാൾ ഒരു ന്യൂക്ലിയർ മൈനോറിറ്റി കേരളത്തിലെ 2% പോലെയുള്ള ഒരാൾ ജയിച്ചു വന്ന് ചീഫ് മിനിസ്റ്റർ ആയാൽ ഡെമോക്രസിയാ ഇല്ലേ? അതല്ലേ ഡെമോക്രസി? തമിഴ്നാട്ടിൽ 1.5% ക്രിസ്ത്യൻസ് ഉള്ളത്, 1.5%. അതിലൊരാൾ ചീഫ് മിനിസ്റ്റർ വന്ന് തമിഴരും ജനനും ചേർന്ന് അവർക്ക് വോട്ട് ചെയ്തിട്ടുള്ളത് ഡെമോക്രസി അല്ലേ? ജനറൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ദലിത് ആളുകളെ ഇലക്ഷൻ നിർത്തി വിജയിപ്പിച്ച ആദ്യത്തെ നേതാവ് ശ്രീ വിജയൻ. ആലോചിച്ച് നോക്ക്, 1, 2 അല്ല, 27 ആൾക്ക് സീറ്റ് കൊടുത്തിരിക്കുന്നു, 9, 10 ആൾ ജയിച്ചു വന്നിരിക്കുന്നു. ഇതുവരെയ്ക്കും അങ്ങനെ സാധിച്ചില്ല. ഇതുവരെയ്ക്കും തിരുമാവളവൻ്റെ പാർട്ടിക്ക് അങ്ങനെ ഒരു ജനറൽ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടില്ല. വലിയൊരു പാർട്ടിയാണ്. ഒരു തിരുമാവളവനെ ജനറൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രചരണത്തിന് വിളിച്ചുകൊണ്ട് പോകില്ല, ഇയാളെ മോങ്ങേണ്ട ആൾ വോട്ടില്ലാന്ന് വിചാരിക്കും. അങ്ങനെയുള്ള സ്ഥിതിയിൽ അയാൾക്ക് ആർക്കും അറിയില്ല ഇപ്പം ഏത് ജാതിയെന്ന്. ജനങ്ങൾ ഇന്ന് വോട്ടിട്ടു. മുസ്ലിങ്ങൾ ഒട്ടുമില്ലാതെ നിയോജകമണ്ഡലം നിർത്തി ജയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ഒരാൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡെമോക്രസി അല്ലേ? ഒരു മുസ്ലിം ഇല്ല കേരളത്തിൽ നടക്കുമോ? 2% മുസ്ലിങ്ങളുള്ള നിയോജകമണ്ഡലത്തിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റിന് ജയിച്ച് പോയെന്ന് പറഞ്ഞാൽ സാധ്യമാണ്. സാർ എഴുതിയ സർക്കാർ സിനിമയിൽ അതിൽ നായകനായ വിജയിച്ചു വരുമ്പോൾ അതിനെ ഭരണപക്ഷവും പ്രതിപക്ഷവും എതിർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സംഭവിച്ചു. കാരണം വിജയ് അധികാരത്തിൽ കയറുന്നതിനെതിരെ DMKയും അണ്ണാ DMKയും ഒരുമിക്കും എന്നുള്ള വാർത്ത വന്നു. ഇത് സാധ്യമാണോ? ഫലിതം എന്ന് പറയുന്നത് ഈ സർക്കാർ സിനിമയിൽ ഒരു ഹീറോയിക് സ്വഭാവം വരണം എന്നുള്ളതിന് വേണ്ടി എന്തൊക്കെ എഴുതി ചേർത്തോ അതെല്ലാം അങ്ങനെ സംഭവിച്ചെന്നുള്ളതാണ്. ഒന്ന്, ഒരു CEO പോലെ ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി, അയാൾ കോട്ടിട്ടിട്ട് വരുന്ന രാഷ്ട്രീയക്കാരനാണ്. ആദ്യമായി തമിഴ് രാഷ്ട്രീയത്തിൽ ഒരുത്തൻ കോട്ടിട്ടിട്ട് വരുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്. ഒരു ചീഫ് മിനിസ്റ്റർ കോട്ട് ഷൂട്ടോടെയാണ് അധികാരത്തിലേക്കുന്നത്. 2, അയാൾ ഒരു ന്യൂക്ലിയർ മൈനോറിറ്റിയാണ്. അതിലും അയാൾ ക്രിസ്ത്യനാണ്. ഏത് സർക്കാരിലും അയാൾ ഒരു ഫിഷർമാനാണ്, ക്രിസ്ത്യനാണ്. ഇതിലും അങ്ങനെയാണ്. 3, അയാൾ ഓൺലൈൻ രാഷ്ട്രീയത്തിൽ കൂടിയാണ് വരുന്നത്. 4, ജനങ്ങളുടെ യൂത്തിൻ്റെ പോലുകൂടിയാണ് രാഷ്ട്രീയത്തിൽ വരുന്നത്. 5, അവിടെ അവിടെ ഏർക്കനെ ഭരിക്കുന്ന പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്ന് അയാളെ എതിർക്കുന്നുണ്ട്. എന്നിട്ട് ഭരണപക്ഷത്തിലെ ആൾ പറയുന്നു ഞാൻ ഭരിക്കും അല്ലെങ്കിൽ അയാൾ ഭരിക്കും, ഞങ്ങൾ തമ്മിൽ ഒന്നാണ്, മൂന്നാമതൊരാൾ അകത്ത് വിടില്ല എന്ന് പറയുന്നുണ്ട് സർക്കാരിൽ. അത് തന്നെ സംഭവിച്ചു. വിജയ്ക്ക് വേണ്ടി അങ്ങ് ഒരു സിനിമയാണ് എഴുതിയേക്കുന്നത് അല്ലേ സർക്കാർ? ഇനി വിജയ് സിനിമയിൽ അഭിനയിക്കുവാണെങ്കിൽ, ജയമോഹൻ എന്ന എഴുത്തുകാരനെ സമീപിക്കുവാണെങ്കിൽ വിജയ്ക്ക് വേണ്ടി സിനിമ എഴുതുമോ? ഞാൻ ഇനി തുടർന്ന് സിനിമയിൽ എഴുതാമെന്ന ഉദ്ദേശത്തിലില്ല. ഇപ്പോൾ എൻ്റെ പുസ്തകങ്ങൾ നിറയെ അമേരിക്കയിലൊക്കെ വന്ന് പ്രസിദ്ധീകരിക്കുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ പുസ്തകത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി കൊല്ലത്തിൽ പകുതി നാൾ അമേരിക്കയിലാണ്. അതുകൊണ്ട് തുടർന്ന് സിനിമയിൽ എഴുതുന്ന ഉദ്ദേശത്തിലുമില്ല. അങ്ങനെ എഴുതുകയാണെങ്കിൽ ഉറപ്പായിട്ടും എഴുതും. എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. അതെൻ്റെ പ്രൊഫഷനാണ്, അത്രയേ ഉള്ളൂ. ശരി, താങ്ക് യു.